ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത് എൻ്റെ മോളുടെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നാണ് ട്ടോ. അതായത് ഫുഡ് റൂട്ടീനും അവളുടെ ഓരോ ഹോബീസും കാര്യങ്ങളൊക്കെയാണ് ട്ടോ അതിൽ കാണിക്കുന്നത്. അപ്പോൾ ദാ അവൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇന്നൊരു 8 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ ടൈം ആയിരിക്കും ട്ടോ. അങ്ങനെ സ്വയം ബ്രഷൊക്കെ ചെയ്യാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. 2 വയസ്സായല്ലോ. അപ്പോൾ അതൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ അവൾ ബ്രഷ് ചെയ്ത് ഫേസൊക്കെ നന്നായി കഴുകണൊക്കെ ഉണ്ട് ട്ടോ. അപ്പോൾ ഓരോ ടൈമിനായിരിക്കും എണീക്കുക. ഇന്ന് 8 മണിക്കാണ് എണീറ്റിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ അവൾ TV കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സോഫയിൽ ഇരിക്കൂട്ടോ എണീറ്റ് ബ്രഷ് ചെയ്തിട്ട്. പെട്ടെന്ന് തന്നെ അവൾക്ക് ചായ വേണമെന്നില്ല. അതിന് മുമ്പ് അവൾ കഴിക്കണ കുറച്ച് ഹോർലിക്സോ അങ്ങനെ, അതായത് ഹോർലിക്സ് കലക്കിയത് കുടിക്കൂല, പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ സ്നാക്സ് ഐറ്റംസ് ആണ് അവൾ ആദ്യം കഴിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ കടല കണ്ടപ്പോൾ അത് വേണം പറഞ്ഞ് അങ്ങനെ ഓൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് TV കണ്ടാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾ അവിടെ കഴിക്കില്ല, ആ സമയം എന്നാൽ വേഗം ക്ലീൻ ചെയ്യാമെന്ന്. ഞാനും ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. വേഗം തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് അടിച്ചു വാരുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം തുടച്ചിടാന്ന് കേട്ടോ. അപ്പോഴത്തേന് ഇപ്പം വന്നപ്പോൾ അവൾക്ക് എന്ത് ചെയ്ത് ഫ്രൂട്ട്സിൻ്റെ യോഗേർട്ട് കൊണ്ടുവന്നിട്ടോ, മിക്സ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് ഫ്ലേവേർഡ് യോഗേർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ രാവിലെ ഇത് ഫുള്ള് കഴിച്ചില്ല. അപ്പം ഇനി വേറെ ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാനൊക്കെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ എൻ്റെ അകത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവളും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും ട്ടോ. അപ്പോൾ അവളും ഇതങ്ങനെ സഹായിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് ട്ടോ. അപ്പോൾ അവൾ അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാവിലെ ആ ഒരു ഇത് കൊടുത്തുകൊണ്ടാണ് ഞാൻ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും കൊടുക്കാത്തത് ട്ടോ. അത് അത്യാവശ്യം ആ ഗ്ലാസ്സത്തെ മുഴുവൻ കഴിച്ച് പിന്നെ കുറച്ച് കടലയൊക്കെ കഴിച്ചുകൊണ്ട് വയറ് നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആ മുറ്റത്ത് ഇറങ്ങി കുറച്ച് ടൈം ഇങ്ങനെ. അപ്പോൾ അവിടെ കറ്റാർവാഴ കണ്ടപ്പോൾ അവൾക്ക് അത് വേണം ട്ടോ. ഇതിന് മുമ്പ് ഞാൻ അവളെ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ അവൾക്ക് ഇത് പറിക്കണം. അപ്പോൾ ഞാൻ കേടായിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് പറിച്ചു കൊടുക്കുകയാണ് ട്ടോ ചെയ്തത്. പക്ഷെ അവൾക്ക് അത് അന്ന് ചെയ്തത് ഓർമ്മയുണ്ട്. അവളിതിങ്ങനെ പൊട്ടിച്ചിട്ട് അവളെ മുടിയിൽ തേക്കാണ് ട്ടോ ചെയ്തിട്ടുള്ളത്. അന്ന് തേച്ചൊരു ഓർമ്മ അവൾക്കുണ്ട്. അപ്പോൾ അതുമ്മൽ കുറച്ച് നേരം ഓളിങ്ങനെ ഇരുന്ന്. അപ്പോൾ ഞാനും അവിടെ ഇങ്ങനെ പുറത്തിരുന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് അവളിങ്ങനെ അതിങ്ങനെ തലയിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നമ്മളെ പ്രേ ഡ്രസ്സ് എന്ത് ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പൊടിയിൽ വെച്ചിട്ടുണ്ടായിന് ട്ടോ. അതെടുത്ത് അവൾ മാറ്റിയാണ് ട്ടോ. അവൾക്ക് അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുന്നത് ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ച് അവൾക്ക് കഞ്ഞി കൊടുത്തിട്ട് അത് അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന്. അപ്പോൾ ഇതാ കഞ്ഞിയാണ് ട്ടോ. സാധാരണ നമ്മൾ കഞ്ഞിയിൽ പയറിട്ട് കൊടുക്കലുണ്ട്. ഇന്ന് മറന്നു പോയി ട്ടോ. അത് നമ്മൾ വെള്ളത്തിലിടാം. അപ്പോൾ അവൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കട്ടെ. അത് കഴിഞ്ഞ് നേരെ വീണ്ടും ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. വേറെ പണികളൊക്കെ കിച്ചണത്തെ പണിയൊക്കെ ഉമ്മ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അവളെ ബാഗ്, അവളെ ഷെൽഫാട്ടോ അത്. അവളെ ബാഗ്, അതായത് നമ്മൾ സ്കിൻ കെയറിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ വെക്കണ ബാഗാണ് ട്ടോ. അത് അവൾ എടുത്തുകൊണ്ട് കൊണ്ടുവരിക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണ് എഴുതാനൊക്കെ ഇഷ്ടമാണ് ട്ടോ. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പൗഡറും ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവളിതാ ഞങ്ങൾ ഈ ഒരു ബെഡിൻ്റെ താഴെ ഈ ഒരു പാത്രത്തിലാണ് ട്ടോ കളിപ്പാട്ടങ്ങളൊക്കെ വെക്കൽ. എന്നാൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ നീക്കി വെക്കും ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഇതാ അവൾ അതെടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു എഗ്ഗിൻ്റെ ഇതൊക്കെ അവൾക്ക് ഇഷ്ടമാട്ടോ, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പം അങ്ങനെ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ടൈം അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളെ ഈ ഒരു പാവക്കുട്ടീനെ അവൾ സ്പ്രേ അടിക്കുക കേട്ടോ. മറ്റേ അത്ര ഉണ്ടല്ലോ അവളെ കയ്യിൽ. അപ്പോൾ അതിങ്ങനെ തേച്ചുകൊണ്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് അവളെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഫുഡ് കൊടുത്തിട്ടോ. ഫുഡ് ഇന്നിപ്പോൾ സാധാരണ ഞാൻ റൈസാണ് കൊടുക്കൽ. ഇന്നിപ്പോൾ രാവിലെ ഒന്നും അപ്പം കഴിച്ചില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം കൊടുക്കുക. റൈസിനായിട്ടും കൂടുതൽ അപ്പൊക്കെ തന്നെ ഇഷ്ടം. അപ്പം മീനും ഒക്കെയാണ് കേട്ടോ അവൾക്ക് കൊടുക്കണത്. അത് കഴിഞ്ഞാണ്ട് പിന്നെ ഞാനിതാ പിന്നെ അവൾ ഈ ഒരു ഇതെടുത്ത് കളിച്ച് ആ സമയം കൊണ്ട് ഞാനും ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ അവളെ ഉറക്കാണ് കേട്ടോ ചെയ്തത്. ഇപ്പം ഞാൻ അവളെ ഫീഡിങ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറക്കാൻ കുറച്ച് പാടാണ്. അതായത് പാട്ടൊക്കെ ഇട്ടിട്ട് താലോലം പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അവളെ ഉറക്കൽ. ഇപ്പം നിർത്തിയിട്ട് ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞൊരു 1 1/2 മണിക്കൂറായപ്പോൾ എണീറ്റിട്ടോ. അധികം ടൈമൊന്നും ഉറങ്ങുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബദം വേണം കേട്ടോ. ബദം പിസ്ത ഒക്കെ വേണം പറഞ്ഞ് അങ്ങനെയുള്ളത് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ഇതാ അവളെ ഫേവറേറ്റ് ഉള്ള ഹോർലിക്സിൻ്റെ ഈ പൊടി കലക്കിയത് അവൾ കുടിക്കൂല. അതുപോലെ പാൽ ചായ ഒന്നും കുടിക്കൂല കേട്ടോ. ഇങ്ങനത്തെ പൊടി പാൽപ്പൊടിയൊക്കെ പൊടി കൊടുത്താൽ കഴിക്കും. അത് കൊടുത്ത് കഴിഞ്ഞ് പാൽ ഇപ്പം വാങ്ങിക്കാറുണ്ട് കേട്ടോ. അവളെ ഫീഡിങ് നിർത്തിയപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ. അപ്പോൾ അത് ഞാനിത് അവൾക്ക് കുറച്ച് മുട്ട കൊടുത്തിട്ടോ. അത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്ന ഈ ഒരു മഗ്‌രിബിൻ്റെ ടൈമിൽ കുറച്ച് ടൈം ഞാൻ ഫോൺ കൊടുക്കാറുണ്ട്. ഞാൻ നിസ്കാരവും ഓത്തൊക്കെ ആ ഒരു ടൈമിൽ കഴിയണ വരെ ഞാൻ കുറച്ച് നേരം നോക്കി ഫോൺ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ ഐറ്റംസ് നല്ലോണം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഇങ്ങനെ ഉണ്ടാവും. പാല് തിളപ്പിച്ച് അപ്പോൾ ഉപ്പ വന്നപ്പോൾ വീണ്ടും പോപ്കോൺ കൊണ്ടുവന്നിട്ടാ മറ്റേ കാരമൽ ചെയ്ത്. അപ്പോൾ അത് വീണ്ടും കഴിച്ചു. അപ്പോൾ രാത്രി ഇന്നിപ്പോൾ കഞ്ഞിയാണ് കൊടുക്കുന്നത്. കഞ്ഞിയാണ് കൂടുതൽ കൊടുക്കലില്ല. റൈസ് ഉച്ചക്ക് കൊടുക്കൽ. പിന്നെ 2 നേരം കഞ്ഞി കൊടുക്കും. അപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് ഗ്യാപ്പ് കുറച്ച് നേരത്തെ തന്നെ കഞ്ഞി കൊടുക്കും. കാരണം എന്താ വെച്ചാൽ പാലും കൂടി കുടിക്കാനുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് പാല് കുടിയൊക്കെ കഴിഞ്ഞ്
അവളെ കുളിയും കഴിഞ്ഞിട്ടോ. വൈകുന്നേരം അവളെ കുളിപ്പിച്ചിട്ടില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് കുളിപ്പിച്ചിട്ടില്ല. രാത്രിയാണ് കേട്ടോ കുളിപ്പിച്ചിട്ടുള്ളത്. കുളി കഴിഞ്ഞ് ഇത് ഞങ്ങളെ പൂച്ചയാണ്. ഇത് ഏറ്റവും കുറച്ച് നേരമൊക്കെ അവൾ കളിച്ച് വീണ്ടും ഡ്രസ്സ് മാറി അവൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രീമൊക്കെ എടുക്കുകയാണ് കേട്ടോ അവൾ. ഈ ക്രീം ഇടാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ അത് ഓൾ തന്നെ സ്വയം കൊണ്ടുവരും ഇതൊക്കെ. അങ്ങനെ ഇതാ ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ വേഗം ഉറക്കലില്ല. കാരണം ഇപ്പോൾ രാത്രിയിലൊക്കെ ഞങ്ങൾ സ്നെഗ്ഗി ഒഴിവാക്കിയിട്ടുണ്ട്. രാത്രിയിൽ അങ്ങനത്തെ ആ ഒരു പ്രശ്നമല്ല. അപ്പം അത്യാവശ്യം കുറച്ചൊന്ന് ലേറ്റ് ആയിട്ട് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഒന്ന് ഉറക്കലുള്ളത്. അതുകൊണ്ട് രാത്രിയത്തെ സ്നെഗ്ഗി ഇപ്പോൾ പകലൊന്നും സ്നെഗ്ഗിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അത് ഇതാ അവള് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പിന്നെയും കുറച്ച് ടൈം അവിടെ പൂച്ചേൻ്റെ കൂടെയൊക്കെ കളിക്കുകയാണ്. പിന്നെ അതാ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവൾ അതിൽ നിന്നിങ്ങനെ നിസ്കരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം താങ്ക്